ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്നാ അമ്മ പറഞ്ഞത്. അതായത് എടുത്ത് ചെറുത് മാളൂട്ടി എഴുതുന്നുണ്ട്. അയ്യോ സീറ്റില്ല. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് നാട്ടിൽ പോവാണ്. അവിടെ ഒരു കല്യാണം ഉണ്ട്, എൻ്റെ അമ്മേന്റെ ആങ്ങളേന്റെ മോന്റെ കല്യാണമാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണാം. അതാ ഇവിടെ അമ്മ പറയും ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്നാ അമ്മ പറഞ്ഞത്. അതായത് അമ്മേന്റെ ആങ്ങളേന്റെ മോന്റെ കല്യാണം എന്നാ ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അമ്മ പറയുന്നത് വേറെന്തോ ആണ്, എനിക്കത് മനസ്സിലായില്ല. ഒന്ന് നിങ്ങൾ പറയ്, ആരാ കല്യാണം? പറയ് ഇങ്ങോട്ട് പാടാ, ഇങ്ങോട്ട് വാ, പറയ് ആരാ കല്യാണം? പറയ്, അറിഞ്ഞൂടെ ഉണ്ടാണ്. പറയങ്ങോട്ട് എന്താ പറയ്, നിങ്ങൾ പറയ്. അതേ, എന്റെ അച്ഛന്റെ ഏട്ടന്റെ മോളെ പേരക്കുട്ടീന്റെ കല്യാണം. മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങളിതാ, എനിക്ക് കേൾക്കുന്നുണ്ടോ അറിയില്ല. ഞങ്ങളിതാ കോഴിക്കോട് ബസ്സിന് കയറിയിട്ടുണ്ട്. കൊടുവള്ളിക്കാണ് ടിക്കറ്റ് ഉണ്ട്. കൊടുവള്ളി പോയിട്ട് ഇനിയാണ് ഇനി നെടുക്കുനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അപ്പോൾ ഞങ്ങൾ കൊടുവള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ. മോനാകെ ഛർദ്ദിച്ച് അവശനായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് കഴിക്കുന്നില്ല, എങ്ങനെയൊക്കെയോ കഴിപ്പിച്ചതാണ്. അങ്ങനെ ഫൈനലി ഞങ്ങളിതാ നെരുക്കുനിന്ന് ഇതാ ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവൻ എന്നെ കൊണ്ട് കളിപ്പാടൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നല്ല, 2 കൂടി കയ്യിലുണ്ട്. അപ്പോൾ അതും കൊണ്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ തറവാട്ടിലെത്തിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ മൊത്തം കാടാണ്. ഈശ്വര, ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ. മോൻ്റെ അവസ്ഥ, മോൻ ഭയങ്കര ഛർദ്ദിച്ച് അവശനായിട്ടുണ്ട്. മൂത്തമ്മേ, അപ്പോൾ ഞങ്ങൾ മേലെ കല്യാണ വീട്ടിലേക്ക് ചെന്നതാണ് കേട്ടോ. ഇത് തലേ ദിവസമാണ്. ഞങ്ങൾ ചായയും കടിയൊക്കെ കഴിക്കുകയാണ്. അപ്പം ഞാനിതാ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാൻ മെസ്സി ആയിട്ടാണ് സാരി ഉടുത്തത് കേട്ടോ. മെസ്സി മീൻസ് ഇങ്ങനെ ഒരു നമ്മൾ ലെയറൊന്നും ഇടാണ്ട് സാധാ സ്ഥിതി. എങ്ങനെയുണ്ട് എടാ? ഞങ്ങളിതാ കല്യാണ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. സമയം 10 മണി കഴിഞ്ഞു അല്ലേ? എടുത്ത് ചെറുതായിടമ്മേ. അപ്പൊ ഈ ജലദോഷം പിടിക്കൂലല്ലോ. പിന്നെ കൈ ഇടിക്കേ നീ ചിരിക്കാണ്ട് നിക്കല്ല, ചിരിക്കി. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് ഇവിടെ നോക്കി ചിരിക്കി. പെണ്ണിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അമ്മയെ കുറച്ച് മോനെ അങ്ങോട്ട് സൈഡിലോട്ട് പിടിക്കി. അപ്പം ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ.
ഖാവുമ്പോലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയും മോനും മൂത്തമ്മയും കൂടി നടക്കുന്നുണ്ട്. അത് വത്സല മൂത്തമ്മ കേട്ടോ, അമ്മേന്റെ ചേച്ചിയാണ്. ഇത് ലച്ചു ആണ്. ഞങ്ങളൊക്കെ ചെറുതായപ്പോ എടുത്തോണ്ട് കിടന്ന കുട്ടിയാണ്, ഇപ്പൊ ഇത്രയും വലുതായി. എവിടെ അനിയനെവിടെ? ഞാൻ കേറിയില്ലേ? മാളൂട്ടി വരുന്നുണ്ട്. മാളൂട്ടിനെ കാത്തിക്കാണ്. അതാ മാളൂട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ മാളൂട്ടി എന്ന് പറയുന്നത്. മാളൂട്ടി, ലച്ചു, ഞാനൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഒരുമിച്ചിരിക്കും. ആ ഒരു വൈബ് സെറ്റാണ്. അയ്യോ സീറ്റില്ല. ബസ്സിൽ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല കേട്ടോ, നിറച്ചാളായിരുന്നു. ഇപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കാർ കിട്ടി. ഗൈസ്, കാറ് ഞങ്ങൾ ഇരുന്ന് എല്ലാ വിഷയമായിട്ടാണ് വന്നത്. അവസാനം നമ്മള് കല്യാണ വീട്ടിലേക്ക് പോയി. എത്ര നേരം നിന്നില്ലേ? എന്നോട് പറയുമ്പോ
ഓ അവിടെ ആരുമില്ല. അവസാനതാ ഞങ്ങൾ ബസ് കയറിയിരിക്കുന്നു. രാവിലെ ഞങ്ങക്ക് കാറായിരുന്നു കിട്ടിയത്, ഈ ബസ് കിട്ടിയില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ബസ് കിട്ടി, ബസ്സിലാണുള്ളത്. നേരെ വീട്ടിൽ പോകും. അത് കഴിഞ്ഞ പാർട്ടീന്റെ പരിപാടി, അത് പിന്നെ കാണിക്കാം. അപ്പോൾ വൈകുന്നേരമായി, ഗോകുൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാമൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കുകയാണ് ഒരാൾ. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ പാർട്ടിക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഞങ്ങളിതാ പാർട്ടിക്ക് പോവാൻ നിൽക്കുക കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞു, അതൊക്കെ അടിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞിപ്പോ പാർട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനിവിടെ മുടിയൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ എന്താ പറയാ, ഞങ്ങൾ ചെറുപ്പം മുതലേ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ കൂടപ്പറപ്പായിരുന്നു. കൂടപ്പറപ്പ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ബെസ്റ്റ് എന്താ പറയാ, കൂടപ്പറപ്പാണ്. എന്റെ കൂടപ്പറപ്പാണ്. എന്റെ അനിയത്തി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മാളൂട്ടി എനിക്ക്. അവളെ വീട്ടിൽ വന്നിട്ട് ഞാനിതാ ഇവിടെ മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത്, എനിക്ക് അത് നല്ല രീതിക്ക് തന്നെ മുടിയൊക്കെ നന്നായിട്ട് ഭംഗിയിൽ കെട്ടി തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ലുക്ക് കേട്ടോ. ഞാൻ ഇങ്ങനെ കെട്ടിയിട്ടില്ല ഇതുവരെ. ഇത്രയും നന്നാക്കി ഞാൻ കെട്ടിയിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്റെ ഡ്രസ്സ് ഇതാണ്. ഞാൻ ഫുള്ള് ഡ്രസ്സ് കാണിക്കാൻ വേണ്ടി കാണുന്നുണ്ടോ? ഇതാണ് എന്റെ ഫുൾ ഡ്രസ്സ് കേട്ടോ. കാലികയുടെ മുടി എടുത്ത് ഇവിടെ ഇട്ടു. അപ്പൊ നിങ്ങക്ക് ഇഷ്ടമായോ ഈ ലുക്ക്? ഈ ലുക്കാണോ ഇഷ്ടമായ, കല്യാണത്തിന്റെ ആ സമയത്തുള്ള ലുക്കാണോ ഇഷ്ടമായോ? ഒന്ന് കമന്റ് ചെയ്യണേ പ്ലീസ്. പിന്നെ മുണ്ടൊക്കെ തമ്പലത്ത് പോരാനാമ്പാടിയെ ചോദിക്കട്ടെ, നോക്കട്ടെ. അമ്മച്ചനോട് പോയി അമ്മച്ചനെ ഈ കൂട്ടാൻ വിഗിലാണ്. പണി നല്ല ഗുഡ് ബോയ് അല്ലേ? ഗുഡ് ബോയ് അല്ലേ? അടിച്ചു അമ്മേനെ ഹോസ്പിറ്റലിൽ മുത്തമ്മേന്റെ വീട്. എവിടം വരെയാണ്? രണ്ട് തന്നാണ്ടോ?
അങ്ങോട്ട് വെച്ച് കൊടുത്തതാണ്. ചേമ്പിന് ഇതൊക്കെ മഞ്ഞളല്ലേ? കൂവേ നടന്നു പൊക്കാം. മമ്മി തേങ്ങ പൊറുക്കുകയാണ്. ഇതല്ലേ നമുക്ക് തലവേദനക്ക് യൂസ് ചെയ്യുന്നത്? ഈ മൈഗ്രെയിന് അമ്മ ഇത് നല്ലതല്ല. ഇത് നമുക്ക് കുറച്ചാലോ? മുക്കുറ്റി ഇതിന്റെയാണ് ഞാൻ വീഡിയോ ഉണ്ട് ഇൻസ്റ്റയില്. മുക്കുറ്റി തന്നെ അത് പറിച്ചിട്ട് തുണിയിലിട്ട് ഉരസിയിട്ട് അത് അതിന്റെ മണം വലിച്ചെടുക്കുക. അപ്പൊ നമുക്ക് ഇത് മാറും എന്നൊക്കെ പറയും. മറ്റേ മൈഗ്രെയിന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയില്ല. മുക്കുറ്റിപ്പൂവിലും കഷ്ടമായി. നമ്മളെ വീടിന്റെ മുറ്റത്തുണ്ടായി വയനാട്ടില്. ഒന്നും കാണാല്ലോ. ചാക്ക് അവിടെ. ആ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഗൈസ്? നിങ്ങൾ നടന്നോളി. പക്ഷെ കാണുന്നില്ല. അതായത് എയറോപ്ലെയിൻ പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ എയറോപ്ലെയിൻ പോകുന്നത് കാണുന്നില്ല. ഈശ്വര പോയി. ഏത് ഭാഗത്തിൽ കൂടെയാണ് പോകുന്നത് എന്നൊരു പിടിയിനെഹി. മമ്മി അവിടെ എത്തി. ഇവിടെ ഒരു തെങ്ങുണ്ട്. ഇതല്ലേ ആ മുറിച്ചിട്ട് അമ്മ? ഇവിടെയായിരുന്നു ഈ മുരുക്ക് കിടന്നത്. മഴ സമയത്ത് മുറിച്ചു. ബിക്കോസ് അതാ വീടിന് ഭീഷണിയായിരുന്നു. വീടിന് ഇതാ ഈ വീടിന്. പാമ്പെങ്ങാനും ഉണ്ടാവോ? ചൊറിയുന്നു. വേറെ മുക്കുറ്റി ഉണ്ട്. ഈ മുക്കുറ്റീൻ്റെ അല്ലമ്മേ വേറെ അടക്കം ഉപയോഗിക്കാതെ മൊത്തത്തിൽ. ഒന്നരച്ചു मम्मी को देखना मुश्किल है भाई. അപ്പൊ ഇതാ കല്യാണമൊക്കെ കഴിഞ്ഞതാ പിറ്റേ ദിവസം കേട്ടോ. ഇന്നലെ ഫുള്ള് തലവേദനയൊക്കെ ആയിരുന്നു. വയ്യായിരുന്നു. എല്ലാം ഇങ്ങനെ നടത്തവും കാര്യങ്ങളും വെയിലത്ത് കൂടി അല്ലായിരുന്നു. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് ഇന്നിതാ ഞങ്ങള് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇന്നിപ്പോ ശ്രീകൃഷ്ണ ജയന്തി ആയിക്കൊണ്ട് നേരത്തെ പോകാനുള്ള പരിപാടി. കാരണം 3 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് ആവുമല്ലോ. അപ്പൊ നേരത്തെ പോകാൻ നോക്കുകയാണ്. ഇതാ ഒരാളുണ്ട് മാമ വാങ്ങിക്കൊടുത്ത ഡ്രസ്സും ഇട്ട് നടക്കുന്നത്. കുറച്ചു നേരത്തേക്ക് ഇടാണ്ടിരുന്നേ. കുറച്ചു നേരത്തേക്ക് ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഭയങ്കര വാശിയായിരുന്നു. പുറത്തൊന്നും കുളിപ്പിക്കാത്തതിന്റെ ഒരു വാശിയായിരുന്നു. പിന്നെ ഇപ്പം നല്ല റെഡിയായി. ഇപ്പൊ ഇതാ വീണ്ടും ഡ്രസ്സൊക്കെ എടുത്തിട്ട് നല്ല അടിപൊളി ഡ്രസ്സാണ്. ഞാൻ വീഡിയോയിൽ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ഇട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഷോർട്സിൽ ഇടുന്നുണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി വീട്ടിൽ പോവുക. ഉറക്കമൊന്നും കറക്റ്റ് റെഡി ആയിട്ടില്ല. ഉറങ്ങാണ്ട് ഇതാ കണ്ണിന്റെ ഇവിടെ ഒക്കെ കണ്ടില്ലേ ബ്ലാക്ക് അടിച്ചിരിക്കുന്നു. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.